blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ട് ഏത് മാധ്യമത്തിലൂടെ നിങ്ങളിത് കാണുന്നെങ്കിലും ഐ ആം ഷുവർ ജീസസ് ഈസ് ഗോയിങ് ടു ബ്ലെസ് യു ടുഡേ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഒന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇളമക്കരയിൽ നിന്ന് പ്രിയ ബേബി, മകൾ ബീനു ഡെബ്ര ബേബി വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ലണ്ടനിൽ UK അപ്ലൈ ചെയ്തിരിക്കുന്നു. കർത്താവെ, അത് ലഭിക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീസസ് നെയിം. അതുപോലെ തന്നെ ദുബായിൽ നിന്നും അനിരുദ്ധൻ, സുധ അനിരുദ്ധൻ, കർത്താവെ ഇവർക്ക് രണ്ടുപേർക്കുമായി പ്രാർത്ഥിക്കുന്നു. അനിരുദ്ധന് സ്റ്റൊമക്ക് അപ്സെറ്റ് ആകുന്നതും മറ്റുള്ള ആ വയറിനോട് ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ജയ്ജീത്തിനും കിരണിനും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള ഈ കുടുംബത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർക്ക് മക്കളുണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഈ മൂവരെയും അനുഗ്രഹിച്ചതിനാൽ നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ റാന്നി മെയ് 5 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട്ട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം മെയ് 6 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് ജോസഫ് ഓഡിറ്റോറിയം, സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ, തിരുവനന്തപുരം. സ്ഥിരമായിട്ട് ഞാൻ പ്രോഗ്രാം കാണാറുണ്ട്. വളരെ നല്ല അനുഗ്രഹം നിറഞ്ഞ പ്രോഗ്രാമാണ്. ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. Even the people whom you loved the most has deserted you, no problem.
even in that situation, Jesus can understand you and he will come to you and he will deliver you. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ച വ്യക്തികൾ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തി ഇട്ടിട്ട് പോയി കളഞ്ഞു. എന്നാൽ ഒരു പ്രശ്നവുമില്ല, കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്, ആശ്വസിപ്പിക്കാൻ കൂടെയുണ്ട്. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. In the first garden, the first man fell by yielding into temptation. ആദ്യത്തെ തോട്ടത്തിൽ ആദ്യ മനുഷ്യൻ പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് പാപത്തിലേക്ക് വീണുപോയി. In the second garden, the second Adam or the last Adam, he conquered by yielding into the will of God. എന്നാൽ രണ്ടാം തോട്ടത്തിൽ, ഗെത്സമൻ തോട്ടത്തിൽ രണ്ടാം ആദാമായ യേശു ആ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അതിനെ ജയിച്ചു. Say hallelujah. ഒരു ഹല്ലേലൂയ. Are you receiving something this morning? നിങ്ങൾ ചിലത് പ്രാപിക്കുന്നുണ്ടോ? Hallelujah. ഹല്ലേലൂയ. In the first garden, Adam ate from the tree and died spiritually. ആദ്യത്തെ തോട്ടത്തിൽ വെച്ച് ആദാം ആ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുകയും ആത്മീകമായി മരിക്കുകയും ചെയ്തു. In the second garden, Jesus went to a tree and died on the tree to give us life. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ യേശു ഒരു മരക്കുരിശിലേക്ക് ചെന്ന് നമുക്ക് വേണ്ടി ജീവൻ നൽകുവാനിടയായി. Say hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. In the first garden, Adam was saying, my will, not your will. ആദ്യത്തെ തോട്ടത്തിൽ ആദാം പറഞ്ഞു, എൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടമല്ല. But Jesus in the second garden, in the garden of Gethsemane, said, not my will, Father, let thy will be done. എന്നാൽ രണ്ടാമത്തെ തോട്ടമായ ഗെത്സമൻ തോട്ടത്തിൽ യേശു പറഞ്ഞു, എൻ്റെ ഇഷ്ടമില്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടം തന്നെ. Somebody shout hallelujah. ഉറക്കെ ഒരു ഹല്ലേലൂയ. Today I believe as we are going to meditate upon this scripture portion, I believe the Lord is going to tune us to the alignment of the will of the Father. ഇന്ന് നമ്മൾ ഈ തിരുവെഴുത്തുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഏവരെയും പിതാവാം ദൈവത്തിന്റെ ഹിതത്തിലേക്ക് നമ്മളെ അവൻ ട്യൂൺ ചെയ്യുകയാണ്. Hallelujah. ഹല്ലേലൂയ. What is the garden of Gethsemane in your life? നിങ്ങളുടെ ജീവിതത്തിലെ ഗെത്സമൻ തോട്ടം ഏതാണ്? Number one, it's a place of prayer. ഒന്ന്, അത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്. Hallelujah. ഹല്ലേലൂയ. It's a place of prayer. അത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്. If you read the scriptures, തിരുവെഴുത്ത് വായിക്കുമ്പോൾ the Bible says Jesus went to Mount Olives, to the garden of Gethsemane, as was his custom. That means he used to go there frequently, regularly. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത്, യേശു ഒലിവ് മലയിൽ ഈ ഗെത്സമൻ തോട്ടത്തിലേക്ക് താൻ പതിവ് പോലെ പോയി. അതിന്റെ അർത്ഥം താൻ പതിവായി അവിടെ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. Many people may have an understanding that that was the only time Jesus went there to pray. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് യേശു ഗെത്സമൻ തോട്ടത്തിൽ അന്ന് No, പോയത്. the garden of Gethsemane was his regular praying place. അല്ല, ഗെത്സമൻ തോട്ടത്തിൽ യേശു പതിവായി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഗെത്സമൻ തോട്ടം. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. So that day he prayed 3 times, 3 seasons of prayer. അന്നത്തെ ദിവസം 3 ഘട്ടങ്ങളിലായി 3 സമയങ്ങളിലായി കർത്താവ് പ്രാർത്ഥിച്ചു. And that was not a silly prayer. അതൊരു സാധാരണ പ്രാർത്ഥനയായിരുന്നില്ല. That was not a habitual prayer. ഒരു സ്വാഭാവിക That പ്രാർത്ഥനയായിരുന്നില്ല. was not a religious prayer. അതൊരു മതപരമായ പ്രാർത്ഥനയായിരുന്നില്ല. It was not a customary prayer. ഒരു ആചാരപരമായ പ്രാർത്ഥനയായിരുന്നില്ല. He prayed earnestly and ardently, falling on his face. താൻ സാഷ്ടാംഗം വീണ് അതികഠിന വേദനയോടെ തീക്ഷ്ണതയോടെ താൻ പ്രാർത്ഥിച്ചു. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So the garden of Gethsemane is the place where we have to pray with from out of our inner core. നാം ഗെത്സമൻ തോട്ടം എന്നത് നമ്മുടെ അകത്തു നിന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമാണ്. Say hallelujah. ഹല്ലേലൂയ. Secondly, it's a place of surrender. രണ്ടാമതായി അത് ഒരു കീഴ്പ്പെടലിന്റെ സമർപ്പണത്തിന്റെ സ്ഥലമാണ്. Hallelujah. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, ഗെത്സമൻ തോട്ടം ഗെത്സമൻ തോട്ടം സമർപ്പണത്തിന്റെ സ്ഥലമാണ്. സമർപ്പണത്തിന്റെ സ്ഥലമാണ്. ഒരു പ്രാവശ്യം കൂടെ. ഗെത്സമൻ തോട്ടം Yes. സമർപ്പണത്തിന്റെ സ്ഥലമാണ്. It's a place of prayer.
And it's a place of surrender. അത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്, അത് സമർപ്പണത്തിന്റെ സ്ഥലമാണ്. Because that is where Jesus prayed, not my will, Father, let thy will be done. കാരണം അവിടെയാണ് യേശു പ്രാർത്ഥിച്ചത്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. Say hallelujah. ഒരു ഹല്ലേലൂയ. ഇതുവരെ ബ്ലെസ്സിംഗ് ടുഡേയെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട്, ഇന്ന് വരെ നേരിൽ പോലും കണ്ടിട്ടില്ല. ലോകം എമ്പാടും ബ്ലെസ്സിംഗ് ടുഡേയെ സ്നേഹിക്കുന്ന, ഈ ശുശ്രൂഷകളുമായി സഹകരിച്ച് യേശുവിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്കും ബ്ലെസ്സിംഗ് ടുഡേയുടെ ശുശ്രൂഷകളിൽ യേശുവുമായി ഒരു പങ്കാളിയായി തീരാൻ കഴിയും. അതിനുവേണ്ടി ബ്ലെസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാം എന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഈ വർഷം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ 422133 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഒരു മിസ്ഡ് കോൾ നൽകുക. വിശദാംശങ്ങൾ ഇവിടെ നിന്നും ചിലർ നിങ്ങളെ ബന്ധപ്പെട്ട് നൽകുന്നതായിരിക്കും. Hallelujah. Hallelujah. So in our lives we have to come to a position where we can say, Lord, not the list that I have written, but the list you have for me. നമ്മൾ നമ്മുടെ ജീവിതത്തിലും കർത്താവേ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റുകളല്ല, അങ്ങനെ കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്ന ലിസ്റ്റുകൾ നിറവേറട്ടെ. Number 3, it's a place of suffering. 3, അത് ഒരു പീഡനത്തിന്റെ സ്ഥലമാണ്. Matthew 26 verse number 37. മത്തായി സുവിശേഷം 26:37. He began praying and he was deeply distressed. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവൻ അതികഠിന വേദനയിലായി. Hallelujah. Hallelujah. Matthew 26:38 says, my soul is overwhelmed with sorrow to the point of death. എൻ്റെ പ്രാണൻ മരണത്തോളം അതികഠിന വേദനയിലായിരിക്കുന്നു. Hallelujah. Hallelujah. That means sometimes when we pray, sometimes in our life we will come to a place where sorrow really conquers us. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദുഃഖം അടിഞ്ഞുകൂടിയിട്ട് നമ്മളെ ജയിക്കുന്ന രീതിയിൽ, കീഴ്പ്പെടുത്തുന്ന രീതിയിൽ ദുഃഖം വരാറുണ്ട്. Brother, sister, have you gone through such situation in your life? സഹോദര, സഹോദരി, നിങ്ങൾ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടോ? Or are you now going through such a situation? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണോ? Hallelujah. Hallelujah. Sometimes grief, pain, agony, etc. will grip our soul so that sometimes we may think that the blood vessels will break. പലപ്പോഴും ആ വേദനയും ദുഃഖവും സങ്കടവും എല്ലാം നമ്മളെ അമർത്തുമ്പോൾ, നമ്മുടെ മേൽ കുമിഞ്ഞുകൂടുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകും. Because Jesus knew in his heart that his death was imminent. കാരണം യേശു അറിഞ്ഞിരുന്നു തന്റെ മരണം ഇതാ ആസന്നമായിരിക്കുകയാണ്. He knew everything beforehand. സകല കാര്യങ്ങളും അവൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. But when he was comforting his disciples, John chapter 14, യോഹന്നാൻ 14 അധ്യായത്തിൽ തന്റെ ശിഷ്യന്മാരെ താൻ ആശ്വസിപ്പിക്കുമ്പോൾ he commanded them, let not your hearts be troubled. അദ്ദേഹം അവരോട് കൽപ്പിച്ചു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. But in the garden of Gethsemane his heart was troubled. എന്നാൽ ഇതാ ഗെത്സമേൻ തോട്ടത്തിൽ തന്റെ ഹൃദയം കലങ്ങിയിരിക്കുന്നു. Hallelujah. Hallelujah. But let me tell you, that was for us. ഞാൻ പറയട്ടെ, അത് നമുക്ക് വേണ്ടിയായിരുന്നു. Anyone listening to this message, if your heart is troubled, let me tell you clearly, Jesus' heart was troubled so that you can be comforted today. ആരെങ്കിലും ഹൃദയം കലങ്ങി വിഷമിച്ച് ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിന്റെ ഹൃദയം ഗെത്സമൻ തോട്ടത്തിൽ കലങ്ങിയത് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാൻ വേണ്ടിയാണ്. Hallelujah. Hallelujah. And as we are speaking these words, comfort is coming into your soul. ഇപ്പോൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആശ്വാസം നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങുകയാണ്. Somebody say hallelujah. ഒരു ഹല്ലേലൂയ ചേർന്ന് പറഞ്ഞാലും. In the book of Hebrews chapter 5 verse number 7, ഇബ്രായ ലേഖനം 4 അധ്യായം 7 വചനം. especially about this prayer, the writer is saying, in the earthly days of Jesus started to cry out vehemently before the Father, and his prayers were heard because of his reverent submission. അവിടെ ലേഖകൻ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷിച്ചു. ഭയഭക്തി നിമിത്തം അവന് മറുപടി ലഭിച്ചു. Hallelujah. Hallelujah. That was a secret. അതായിരുന്നു അവന്റെ രഹസ്യം. When he prayed with reverence to his Father. താൻ പ്രാർത്ഥിച്ചപ്പോൾ ഭയഭക്തിയോടെ താൻ പ്രാർത്ഥിച്ചു. Say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. Number 4, it's a place where you start losing even your life. നാലാമത്തേത്, അത് നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സ്ഥലമാണ്. Luke chapter 22 verse number 44. ലൂക്കോസ് 22:44. The blood was coming out of his
blood vessels. തന്റെ വിയർപ്പ് കുഴലുകളിലൂടെ ഇതാ രക്തമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. He could not even control himself. തന്നെ നിയന്ത്രിക്കുവാൻ പോലും തനിക്ക് കഴിഞ്ഞില്ല. That much he was grief stricken. അത്രയും അതികഠിന വേദനയിൽ താൻ ആകപ്പെട്ടു. Psalm 116 and verse number 3. സങ്കീർത്തനങ്ങൾ 116:3. The pains of death surrounded me, and the pangs of Sheol laid hold of me. I found trouble and sorrow. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. The Holy Spirit says somebody is going through such a situation here. പരിശുദ്ധാത്മ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ചിലവർ ഇതേപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. You think that death has surrounded you, നിങ്ങൾ ചിന്തിക്കുന്നു മരണം നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നു, and you see only troubles and sorrows. നിങ്ങൾ കഷ്ടതകളും ദുഃഖങ്ങളും മാത്രമേ ചുറ്റും കാണുന്നുള്ളൂ. But let me tell you, there is deliverance because Jesus went through that. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നൊരു വിടുതലുണ്ട്. Shout hallelujah. ഉറക്കെ ഒരു ഹല്ലേലൂയ. There is redemption from your sorrows, നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ട്, and your troubles. നിങ്ങളുടെ വേദനകളിൽ നിന്ന്. If you have an encounter with death, Jesus is going to take you from the clutches of death. നിങ്ങൾ മരണത്തെ ഇന്ന് മുഖാമുഖം കാണുന്നെങ്കിൽ ആ പിടിയിൽ നിന്നും യേശു നിങ്ങളെ ഇന്ന് വിടുവിക്കുകയാണ്. Say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ. One more hallelujah. ഒരിക്കൽ കൂടെ. Number 5, it's a place of great loneliness. അഞ്ചാമതായി അത് ഏകാന്തതയുടെ സ്ഥലമാണ്. Are you going through any loneliness in your life today? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തതകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? He had raised 12 disciples. താൻ 12 ശിഷ്യന്മാരെ വളർത്തിയെടുത്തു. The Bible says in Jerusalem and the suburbs he had at least 500 disciples. ബൈബിൾ പറയുന്നു യെരുശലേമിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഏകദേശം 500ഓളം ശിഷ്യന്മാർ തനിക്കുണ്ടായിരുന്നു. But when he came to the garden of Gethsemane, there was nobody literally with him. എന്നാൽ താൻ ഗെത്സമൻ തോട്ടത്തിൽ ആയപ്പോൾ ഒരാൾ പോലും അക്ഷരാർത്ഥത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. Because there was no prayer backup given. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. Nobody was interceding for him. ആരും തനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിച്ചില്ല. He had assigned different groups of his disciples to pray for him, but they were sleeping. പ്രാർത്ഥിക്കുവാനായി ശിഷ്യന്മാരെ താൻ നിയോഗിച്ചു വെച്ചെങ്കിലും അവർ പ്രാർത്ഥിച്ചില്ല, ഉറങ്ങി. His father was not there, his mother was not there. തന്റെ അപ്പനും അമ്മയും തന്റെ കൂടെയില്ലായിരുന്നു. His siblings were not there. തന്റെ സഹോദരന്മാരോ സഹോദരിമാരോ തന്നോട് കൂടെ. Nobody was there to assist him, nobody was there to support him. തന്നെ കൂടെ നിൽക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, സഹായിക്കുവാൻ ആരും തന്നോടൊപ്പമില്ല. He wanted even his closest disciples, Peter, John and James, to be with him. Even they were not supporting him in prayer. തന്റെ ഏറ്റവും അരുമ ശിഷ്യന്മാരായ യോഹന്നാനും യാക്കോബും പത്രോസും തന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ താൻ ആഗ്രഹിച്ചു. എന്നാൽ അവർ ഉറങ്ങിപ്പോയി. These disciples were with him from the beginning of his ministry. തന്റെ ശുശ്രൂഷയുടെ ആദ്യകാലം മുതൽക്കുള്ളവരാണ് ശിഷ്യന്മാർ. They had seen great miracles. അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. They had seen him walking on the water. യേശു വെള്ളത്തിലൂടെ നടക്കുന്നവർ കണ്ടിട്ടുണ്ട്. They had seen his figure on the Mount of Transfiguration. രൂപാന്തര മലമേൽ യേശുവിന്റെ രൂപാന്തരം പ്രാപിച്ച ശരീരത്തെ അവർ കണ്ടിട്ടുണ്ട്. Even the disciple whom he loved the most was not there with him in the garden of Gethsemane to support him. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യന്മാർ പോലും ഗെത്സമൻ തോട്ടത്തിൽ തന്നെ ഒന്ന് സഹായിക്കുവാൻ ഉണ്ടായിരുന്നില്ല. He was denied of all fellowship. എല്ലാ കൂട്ടായ്മയിൽ നിന്നും താൻ ത്യജിക്കപ്പെട്ടു. Brother or sister, are you going through such situation today? സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടോ? Is there nobody to support you in your life? നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആരുമില്ല. Even with some prayer, ഒന്ന് പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. with finances, ചിലപ്പോൾ സാമ്പത്തികമായി സഹായിക്കുവാൻ. and if you find no shoulder to cry upon, നിങ്ങൾക്ക് ചാരുവാൻ കരയുവാൻ ഒരു തോൾ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, let me tell you, our master also went through such situation. ഞാൻ പറയട്ടെ, നമ്മുടെ യജമാനൻ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയവനാണ്. He can understand you. അവനെ നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയും. He can understand your situation. നിങ്ങളുടെ അവസ്ഥകളെ അവനെ മനസ്സിലാക്കാൻ He കഴിയും. can understand your sorrow. നിങ്ങളുടെ ദുഃഖത്തെ അവൻ He can മനസ്സിലാക്കുന്നു. understand your loneliness. നിങ്ങളുടെ ഏകാന്തതകളെ അവൻ മനസ്സിലാക്കുന്നു. Even the people whom you loved the most has deserted you. No problem. Even in that situation, Jesus can understand you and he will come to you and he will deliver you. ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ച വ്യക്തികൾ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തി ഇട്ടിട്ട് പോയി കളഞ്ഞു. എന്നാൽ ഒരു പ്രശ്നവുമില്ല, കർത്താവ് നിങ്ങളോടൊപ്പമുണ്ട്, ആശ്വസിപ്പിക്കാൻ കൂടെയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി അമ്മ പറഞ്ഞപ്പോൾ ഇവർ ചെന്ന് നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, അമ്മ നിന്ന ആ
കൃത്യം ആ സ്ഥലത്തിന് ബാക്കിയുള്ള എല്ലാ വശങ്ങളിലും ചുറ്റുവശവും മുകളിലും താഴെ ഒക്കെ ഈ കപ്പ തെറിച്ചെങ്കിലും അമ്മയുടെ മേത്ത് ഒരു തരി പോലും വീഴുവാനിടയായി തീർന്നില്ല. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. കുറച്ചധികം നാളുകളായി ഒരു വലിയൊരു അത്ഭുതങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് ഇന്നിവർ എഴുതി തന്നിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ മിറക്കിൾ സർവീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്ന് അമ്മ മാത്രം വീട്ടിലായിരുന്നു. സിസ്റ്ററും ഹസ്ബൻഡും ഇവിടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയായിരുന്നു. ഇവരിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അമ്മ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കപ്പ കുക്കറിലിട്ട് വേവിക്കുകയായിരുന്നു. ആ സമയത്ത് കുറച്ച് നേരമായിട്ട് വിസിൽ വരാത്തത് കൊണ്ട് ഈ അമ്മ ചെയ്തത് അതൊന്ന് തുറക്കുവാൻ ശ്രമിച്ചു. തുറന്നപ്പോൾ തന്നെ സംഭവിച്ചത് ഈ കപ്പയെല്ലാം വേഗം തന്നെ മുകളിലോട്ട് തെറിച്ച് ഈ അമ്മ നിന്നിരുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ വശങ്ങളിലോട്ടും തെറിക്കുവാനിടയായിത്തീർന്നു. ഇവർ ആരാധന കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഈ കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞപ്പോൾ ഇവർ ചെന്ന് നോക്കിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അമ്മ നിന്ന ആ കൃത്യം ആ സ്ഥലത്തിന് ബാക്കിയുള്ള എല്ലാ വശങ്ങളിലും ചുറ്റുവശവും മുകളിലും താഴെ ഒക്കെ ഈ കപ്പ തെറിച്ചെങ്കിലും അമ്മയുടെ മേത്ത് ഒരു തരി പോലും വീഴുവാനിടയായിത്തീർന്നില്ല. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. അതോടൊപ്പം തന്നെ ഈ സിസ്റ്റർ പറയുന്ന ഒരു സാക്ഷ്യം, മിറക്കിൾ സർവീസിൻ്റെ ആദ്യത്തെ ആഴ്ച മുതൽ സിസ്റ്റർ വരുന്നുണ്ട്. ആദ്യത്തെ ആഴ്ചയിൽ താൻ വന്നപ്പോൾ പ്രത്യേകിച്ച് തനിക്കൊരു ചെവിക്കൊരു വേദനയുണ്ടായിരുന്നു. താൻ ആരോടും അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ ആ ആരാധന അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ശക്തമായ വേദനയുണ്ടായിരുന്നു. ആരാധനയുടെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ആ വേദനയുള്ള ചെവിയുടെ ഭാഗം വളരെ പെട്ടെന്ന് ചൂട് പിടിക്കുന്നത് പോലെ ഭയങ്കര ചൂട് വരുന്നത് തോന്നി. ഈ സിസ്റ്റർ പറയുന്നത് എങ്ങനെയാണ്, ആ അനുഭവത്തിന് ശേഷം പിന്നെ ആ വേദന വന്നിട്ടില്ല, കംപ്ലീറ്റ്ലി ഹീലായി. പ്രൈസ് ഗോഡ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലോ. അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്ക് കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു. ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പറയുന്ന ഒരു അത്ഭുതം ഇങ്ങനെയാണ്, അതിനുശേഷം അതിന് മുൻപായോ അതിനുശേഷമോ ഒന്നും ഇവർക്ക് കീമോ ചെയ്യേണ്ടി വന്നിട്ടില്ല. വർഷങ്ങളായി അത് സമ്പൂർണ്ണമായി തന്നെ മുഴുവനായി തന്നെ സൗഖ്യത്തോടു കൂടിയാണ് അമ്മ നിൽക്കുന്നത്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും തീർന്നില്ല. ഇല്ല, ഇനി 2 കൂടിയുണ്ട്. ഈ അമ്മയ്ക്ക് 1994 യൂട്രസ് റിമൂവ് ചെയ്തതാണ്. അതിനുശേഷം യൂറിൻ കൺട്രോൾ ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2017 എന്ന് പറഞ്ഞാൽ ഈ വർഷം തന്നെ ജനുവരി മാസത്തിൽ ഡാമിയൻ ബ്രദർ TV പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി. യൂറിൻ പ്രോബ്ലം അനുഭവിക്കുന്ന, കൺട്രോൾ ഇല്ലാതെ പോകുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ അമ്മ പറയുന്നത് ഇങ്ങനെ, ഇപ്പോൾ വെറും 1% മാത്രമേ തനിക്ക് കൺട്രോൾ ഇല്ലാതെ പോകുന്നുള്ളൂ. ബാക്കി 94 ശേഷമുള്ള ആ ഒരു വലിയൊരു പ്രശ്നം പൂർണ്ണമായി തന്നെ മാറിയെന്നാണ് പറയുന്നത്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ. അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്ക് 2000 മുതൽ ഈ അമ്മയ്ക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഈ അമ്മ പറയുന്നത് ഇങ്ങനെ, ഇവിടെ വരുമ്പോഴൊക്കെ അത് ഒരുപാട് പ്രശ്നം അനുഭവിച്ചാണ് വന്നിരുന്നത്. ഇവിടെ നിന്നുള്ള പ്രാർത്ഥനയും അതോടെ തന്നെ ഇവിടെ നിന്ന് ശുശ്രൂഷകർ ഭവന സന്ദർശന സമയത്തെല്ലാം ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ തനിക്ക് ഡിപ്രഷൻ എന്താണെന്ന് പോലും അറിയില്ല, അതിപ്പോൾ മാറിപ്പോയെന്നാണ് പറയുന്നത്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ. ഹല്ലേലൂയ. വലിയ അനുഗ്രഹങ്ങളുടെ ഘോഷയാത്ര എന്ന് പറയുന്ന പോലെയാണ് അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നത്. കൈകൾ നീട്ടി അമ്മയും അവൻ നാൻസി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ. കർത്താവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. ഈ മാതാവിന് കൊടുത്ത വിടുതലുകൾക്കായി, സൗഖ്യത്തിനായി നന്ദി കർത്താവെ. ഇനിയും അവിടുത്തെ സൗഖ്യവും വിടുതലും കർത്താവ് കൊടുത്ത് അങ്ങ് ഉയർത്തണമേ, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ റാന്നി മെയ് 5 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട്ട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം മെയ് 6 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് ജോസഫ് ഓഡിറ്റോറിയം, സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ, തിരുവനന്തപുരം. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം.
നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഓരോ വിഷയങ്ങളിലും സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വിടുതൽ തരും, ഒരു നീക്കുപോക്ക് കർത്താവ് കൽപ്പിച്ചു തരും. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആസ്മ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. തല ചുറ്റി ഇടയ്ക്കിടയ്ക്ക് വീഴുന്നൊരു വ്യക്തി പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇയർ ഇംബാലൻസ്, ആ രോഗം ബാധിച്ച ചില വ്യക്തികളെ കർത്താവ് അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. രക്തക്കുഴലുകൾ പല സ്ഥലങ്ങളിലും ബ്ലോക്കുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മാരകമായ ചില രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം കർത്താവ് ഈ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് വിടുവിക്കണമേ. പുകവലി എന്ന ദുസ്വഭാവം മാറട്ടെ. മദ്യപാനത്തിൻ്റെ ദുസ്വഭാവം മാറട്ടെ. പലവിധ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഓരോരുത്തരുടെയും വിഷയങ്ങളിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. ഈ പ്രോഗ്രാം വാച്ച് ചെയ്യാൻ ആവശ്യപ്പെടുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, CD-കൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. മാത്രമല്ല, ഈ ആഴ്ചയിൽ റാന്നിയിലും തിരുവനന്തപുരത്തും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുകയാണ്. തീർച്ചയായും വരണം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ.